അനുദിനമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് സജ്ജീകരിച്ച ഒരു വലിയ ദൈവശുശ്രൂഷയാണിത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയ സമയമാണ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്താൽ ആ പ്രത്യക്ഷീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസ്ഥാനത്താറയിൽ നിന്ന് അർദ്ധങ്കിലേക്ക് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് ഈശോയെ. റിസൾട്ട് വന്നിട്ട് റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി രാവിലെ ധൃതിയായിട്ട് പോകുന്നവർ, കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഈശോയെ, ജോലിക്ക് പോകുന്നവരുണ്ട് ഈശോയെ, അധ്യാപകരുണ്ട് ഈശോയെ, കർത്താവ് തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ, പഠിച്ച തൊഴിലിന് എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഈശോയെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായ പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർ അതിനുവേണ്ടി യാത്രയാവുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങനെ തിരുസനെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങനെ തിരുസനെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെടുന്നുണ്ട്. സാമ്പത്തികം മാർച്ച് മാസത്തിൽ ഒത്തിരി പേർക്ക് ജപ്തി നടപടി വന്നിരിക്കുന്നുണ്ട് ഈശോയെ. കുറച്ച് പൈസ അടച്ചു കൊടുത്താൽ അവർ രക്ഷപ്പെടും. അങ്ങനെ അടക്കാനുള്ളൊരു മാർഗ്ഗം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വല്ലാത്ത രീതിയിൽ ആദ്യം കൊണ്ട് വ്യാധി കൊണ്ട് ഭാരം കൊണ്ട് നിൽക്കുന്ന അത്രയേറെ മക്കളുണ്ട് ഈശോ. അവരെല്ലാം സ്പർശിക്കണം. അവർക്കെല്ലാം അവരെന്ത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ഏത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ആ വിഷയത്തിന് മേലെ ഇന്ന് ദൈവിക തീരുമാനം ഉണ്ടാകാനും കർത്താവ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗത്തിൽ ദൈവം തന്നെ രക്ഷയുടെ വഴി അവർ കാണിച്ചു കൊടുക്കാനും കാനായിലെ കല്യാണ കുടുംബത്തിൽ കടഞ്ഞെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ, നോൻപ് കഴിയുമ്പോൾ വിവാഹം വെച്ചിട്ടുള്ളവരെ അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കർത്താവ് ആവശ്യമായ കൃപ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. മക്കൾക്ക് വേണ്ടി, മക്കളില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന വിട്ടിത്തരങ്ങൾ പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. ബാലൻസ് തെറ്റിപ്പോരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുർബാന മുടക്കമുള്ള ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥന സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൂരദേശത്തേക്ക് നാട് വിട്ടുപോയ മക്കളുണ്ട്, നാട് വിട്ടുപോയ അപ്പന്മാരുണ്ട് ഈശോയെ. മാനസിക രോഗം ബാധിച്ചിട്ട് കർത്താവ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ, തിരികെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അത് അനുഗ്രഹിക്കപ്പെട്ടു.